ഹലോ നമസ്കാരം. ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടം രാജധാനി മൈതാനത്താണ്. ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മറൈൻ വേൾഡിൻ്റെ ഒരു കിടിലൻ സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. മറൈൻ വേൾഡ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇന്ന് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റെഡി അല്ലേ? അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഈ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് നമ്മളോടൊപ്പം നമ്മുടെ സന്തോഷ് ചേട്ടനുണ്ട്. നമസ്കാരം. അപ്പോൾ സന്തോഷ് ചേട്ടാ, എന്താണ് ഈ ഒരു സംഭവം? കാഴ്ചകളുടെ അത്ഭുത ലോകത്തേക്ക് ശരിക്കും മറൈൻ വേൾഡ് കേരളത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഷോയാണ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരി നടക്കുന്നത്. രാജധാനി മൈതാനത്താണ്, കഴക്കൂട്ടം രാജധാനി മൈതാനത്താണ്. ഒരുപാട് ദൃശ്യവിസ്മയങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് വരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് വരുമ്പോൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും എന്താണ് ഇത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടിലായി കിളികൾ സ്വതന്ത്രരായി. അതാണ് ഇതിനകത്തുള്ളത്. കിളികളെ സ്വതന്ത്രരാക്കിയിരിക്കണം. സാധാരണ നമ്മൾ കൂട്ടിലിട്ട കിളികളെ കണ്ടിട്ടുള്ളൂ. ഇത് കിളികൾ സ്വതന്ത്രരാണ്. നമ്മൾ കൂട്ടിലേക്ക് കയറുകയാണ്, മനുഷ്യർ കൂട്ടിലേക്ക് കയറുകയാണ്. അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. ഇവിടെ കിളികൾക്കെല്ലാം കിളികളെ സ്വതന്ത്രരാക്കി വിട്ടിരിക്കുകയാണ്. അവർക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബേഡ്, പിന്നെ ഫ്ലവേഴ്സ്, ട്രീസ് ഉണ്ട്. അങ്ങനെ അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാട്, ചെറിയൊരു പോണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു സെൽഫി പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുതിര വലിക്കുന്ന രഥങ്ങളാണ്. കുതിരയെ വെച്ചിട്ടില്ല, രഥത്തിൽ ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാടിന്റെ ഒരു രീതിയിൽ ഒരു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം തന്നെ നല്ല ഒരു ഫീല്. ഓക്കെ. അപ്പം ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ്? ഭയങ്കര ഒരു എഫേർട്ട് ആണെന്ന് അറിയാം. എന്നാലും എങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് പേരുടെ വളരെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് വളരെ ചെറിയൊരു പീരീഡേ ഉണ്ടാവുള്ളൂ. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് പിന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രമകരമായ ജോലിയാണ്. ഒരുപാട് പേരുടെ ഡേ ആൻഡ് നൈറ്റ് പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഒരു 15 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും ഗംഭീരമാക്കി എടുക്കുന്നത്. ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള സെറ്റിംഗ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ട്രിവാൻഡ്രത്തിന്റെ, പ്രത്യേകിച്ച് കഴക്കൂട്ടത്തിന്റെ ഒരു പ്രതികരണം? ഇല്ല, നമ്മുടെ മറൈൻ വേൾഡിന്റെ പ്രോഗ്രാം എല്ലാ ജില്ലക്കാരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. കേരളത്തിന് വെളിയിലുള്ളവർ വരെ എൻക്വയറി ചെയ്യുന്നുണ്ട്. നമ്മുടെ പേജുകളിലേക്കും അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ടും എല്ലാം വരുന്നുണ്ട്, ഫോൺ കോളായിട്ടും എല്ലാം വരുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് എന്നാ വരുന്നതെന്നുള്ള രീതിയിൽ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ ആദ്യമായിട്ടാണ് മറൈൻ വേൾഡ് വരുന്നത്. നേരത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ മറൈൻ വേൾഡിന്റെ പ്രോഗ്രാം കേരളത്തിൽ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. കൊല്ലം, ആലപ്പുഴ ബീച്ച് ഇവിടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, പാലക്കാട്, അങ്ങനെ മറ്റു ജില്ലകളിലെല്ലാം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ വരുന്നത്. കേരളത്തിൽ മറൈൻ വേൾഡ് ചെയ്ത ഏറ്റവും വലിയ ഷോയാണിത്. ഏറ്റവും വലിയ ഷോയാണ്. ഏറ്റവും വലിയ ഒരുപാട് ഐറ്റംസ് ഇതിനകത്തുണ്ട്. ഒരുപാട് നമ്മൾ ഫസ്റ്റ് വന്നു. അപ്പം ഈ കിളികളെയൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ഒരു ഇഗ്വാനെ നമുക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ദാണ്ട ഇഗ്വാനെയൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകം സ്റ്റാഫുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതിനൊക്കെ കെയർ ചെയ്യുന്നതിന് പ്രത്യേകം അതിന് പരിചയം ശ്രദ്ധിച്ച സ്റ്റാഫുകൾ പ്രത്യേകം ഉണ്ട്. ഓരോ സെക്ഷനും ഓരോ സ്റ്റാഫുകൾ നമുക്കുണ്ട്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഇന്ന് മറൈൻ വേൾഡ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.